ലഡു വിതരണം തുടങ്ങാൻ പറഞ്ഞു. ഉടൻ തന്നെ തിരിച്ച് പറ അപ്പുറത്തിൻ്റെ പടക്കം പൊട്ടിക്കും പോലെ ഈ 91 താഴേക്ക് പോകുന്നു. മറ്റേ NDAയുടെ 91 മുകളിലോട്ട് പോകുന്നു. ഉടൻ തന്നെ പ്ലേറ്റ് മറിച്ച് കണ്ട അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഡബിൾ എഞ്ചിനാണ് ജംഗിൾ രാജ് പോകുന്നൊക്കെ പറഞ്ഞ് ഉരുട്ടി മോദി ഭക്തനായി. ഡോക്ടർ അരുൺകുമാറൊക്കെ ഇന്നലെ മോദി ഭക്തനായിരുന്നു. സ്മൃതി പരുത്തിക്കാടിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ബ്ലാക്ക് ക്ലേ ക്ലൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണുണ്ട്. ഒരു കാര്യമില്ല പാവപ്പെട്ട സ്ത്രീക്ക്. കഷ്ടമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു തൊഴിലിന് വേണ്ടി, പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി ഇങ്ങനെ വ്യക്തിത്വം കളയുന്നത് കഷ്ടമാണ്. സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി അത് പിന്നെ എന്താണ് പറയുന്നതിന് അതിന് തന്നെ അറിഞ്ഞൂടാ. കാരണം അരുൺ ചോദിക്കുന്നുണ്ട് കേരളം ഒന്നല്ലേ, അപ്പോൾ അവർ പറയണം ഒന്നാമതാണ്. പല കാര്യത്തിലും ആരാണ് ഒന്നാമെന്ന് ചോദിക്കുമ്പോൾ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കുന്നതാണ്. വിഡ്ഢികളുടെ പരമ്പരയാണ് ആ ചാനൽ. അപ്പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ മഹ്മൂദ് ടീമും എല്ലാം കൂടി ഇരുന്ന് ഔട്ട് ഓഫ് ഫോക്കസും പരിപാടികൾ നടത്തും. അവർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് BJP തകർന്ന് തരിപ്പണമായി പോകും, മോഡി രാജിവെക്കും. ഞാൻ മോഡി ഭക്തനും BJP ഭക്തനൊന്നുമല്ല കേട്ടോ. പക്ഷെ ഒരു വിശകലനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? ഞങ്ങളെപ്പോലുള്ള ഡിജിറ്റൽ ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയും. അത് ഞങ്ങൾക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾക്കിത് കൃത്യം പറഞ്ഞുകൊണ്ടിരുന്ന പച്ചരി വാങ്ങിക്കാൻ പൈസ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാഡ് കമൻസുകളും ബാഡ് ഇതൊക്കെ ഉണ്ടല്ലോ, ടൈറ്റിലുകളൊക്കെ ഇട്ട് തമ്പും ടൈറ്റിലൊക്കെ വളരെ നെഗറ്റീവ് ഇട്ടുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പകലാണ്, രാത്രിയാണെങ്കിൽ രാത്രിയെ പകലാക്കിയൊക്കെ ഡിജിറ്റൽ ചാനലുകാർ പറയും. പക്ഷേ സാറ്റലൈറ്റ് ചാനലുകാർ കുറേ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിക്കണം. അംജോദും അതുപോലുള്ള ടീമുകളൊക്കെ ഇരുന്ന് മീഡിയ ഓണിലിരുന്നും എന്താണ് പറഞ്ഞത്, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവസാനം BJP തൂക്കിയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് SIRലേക്ക് കയറിപ്പോയി.